ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. ഹരി ശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. സൗന്ദര്യലഹരി. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. മംഗളാചരണം. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായതേ നമഃ. നമ്മൾ 13 ശ്ലോകം കണ്ടു. 14ാമത്തെ ശ്ലോകം ചൊല്ലാം. ക്ഷിതൗ षट्पञ्चाशन्विषमधिकपञ्चाशदुदगे हुताशे द्वाषष्टे चतुरधिकपञ्चाशदनिले दिवि द्विषट्त्रिंशत् मनसि च चतुष्षष्टिरिदिये मयूखास्तेषामप्युपरि तव പാദാംബുജയുഗം. ക്ഷിതോ ഷഡ് പഞ്ചാശത്. ഷഡ് പറഞ്ഞ 6, പഞ്ചാശത് 56. വിസമധിക പഞ്ചാശദുദകേ ഹുതാശേ ദ്വാഷഷ്ടി ചതുരധിക പഞ്ചാശദനിലേ ദിവി ദ്വിഷഷ്ടിത്രിംശത് മനസി ച ചതുഷ്ഷഷ്ടിരിതിയേ മയൂഖാസ്തേഷാമപ്യുപരി തവ പാദാംബുജയുഗം. ഇവിടെ തത്വങ്ങളെ പറ്റിയാണ് പറയുന്നത്. 9ാം ശ്ലോകത്തിൽ പ്രകീർത്തിച്ച ശ്ലോകത്തിൻ്റെ ഒരു സാരം കൂടിയാണ്, ഒരു കുറച്ച് വിശദീകരിച്ച് പറയുന്നത് കൂടിയാണ് ഇവിടെ. ആ 9ാം ശ്ലോകം കണക്ട് ചെയ്ത് നമുക്ക് പറയാം. ഏ മയൂഖ യാവചില കിരണങ്ങൾ ക്ഷിതൗ ഭൂതത്വാത്മകമായ മൂലാധാരത്തിൽ, അതായത് തത്വാത്മകമായ മൂലാധാരത്തിലെ ഷഡ് പഞ്ചാശത്, ഭൂമി തത്വമാണ് മൂലാധാരത്തിൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭൂതത്വാത്മകമായ മൂലാധാരത്തിൽ ഷഡ് പഞ്ചാശത് 56, ഉദകെ ജലതത്വാത്മകമായ, ഉദകം പറഞ്ഞ ജലം, ജലതത്വാത്മകമായ മണിപൂര ചക്രത്തിലെ ദ്വിസമധിക പഞ്ചാശത് 52, 2 അധികം പഞ്ചാശത് 50ൻ്റെ കൂടെ 2, 52. ഹുദാശേ അഗ്നിതത്വാത്മകമായ സ്വാധിഷ്ഠാന ചക്രത്തിൽ ദ്വാഷഷ്ടി, ഷഷ്ടി പറഞ്ഞ 60, ദ്വാഷഷ്ടി 62, ദ്വ പറഞ്ഞ 2, 62. അനിലേ വായുതത്വാത്മകമായ വായു പറഞ്ഞ അനില പറഞ്ഞ വായു തത്വാത്മകമായ അനാഹത ചക്രത്തിൽ ചതുരധിക പഞ്ചാശത് 54, അതായത് ചതുർ അധികം, ചതുർ പറഞ്ഞ 4 അധികം 50ൻ്റെ കൂടെ 4, 54. ദിവി ആകാശതത്വാത്മകമായ വിശുദ്ധി ചക്രത്തിൽ ദ്വിഷഷ്ത്രിംശത് 72, ദ്വിഷട്ത്രിംശത് അതായത് 2, 30, പിന്നെ ദ്വിഷഡ്, അപ്പോൾ അങ്ങനെ 72, ദ്വിഷഡ് ത്രിംശത് 30, 2 ഷഡും 2 6, അപ്പോൾ അങ്ങനെ 72. മനസി മനസ്തത്വാത്മകമായ ആജ്ഞാചക്രത്തിൽ ചതുഷ്ഷഷ്ടി 64, ഷഷ്ടിയും ചതു 4, അപ്പോൾ 60, 4, 64 ഇങ്ങനെ ആകുന്നു എന്ന്. അപ്പോൾ ഇതാണ് പ്രസിദ്ധമാകുന്നത്. തേഷാമപി ആ കിരണങ്ങളുടെ എല്ലാം, ഇതെല്ലാം കിരണങ്ങളാണെന്നാണ് പറയുന്നത് കേട്ടോ.
തേഷാമപി ആ കിരണങ്ങളുടെ എല്ലാം ഉപരിഭാഗത്തിലെ, അതായത് സഹസ്രദള പത്മത്തിലാണ് ഭഗവതി ഇരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു മുൻ ശ്ലോകങ്ങളിൽ. അതായത് സഹസ്രദള പത്മത്തിലുള്ള അവിടെ ചന്ദ്രമണ്ഡലം എന്ന് പറയാം, ചന്ദ്രമണ്ഡല രൂപ ബിന്ദുസ്ഥാനമാകുന്ന ആ ശ്രീചക്രത്തിൻ്റെ ബിന്ദുസ്ഥാനത്തിലാണ് ഭഗവതി ഇരിക്കുന്നത്. ചന്ദ്രമണ്ഡലത്തിലാണ്, സഹസ്രദള പത്മത്തിലാണ്, അതായത് 1000 ദളങ്ങളുള്ള പത്മം, താമര. അപ്പോൾ അവിടെയാണ് ഇരിക്കുന്നത്. അവിടെ എന്തെന്ന് നമുക്ക് സുധാ സിന്ദൂർ മധ്യത്തിൽ, അതായത് ആ അമൃതത്തിൻ്റെ കിരണങ്ങളാണ് ഇങ്ങനെ പ്രസരിക്കുന്നത്. സുധാ സിന്ദൂർ മധ്യത്തിൽ എന്ന് താല്പര്യം. തവ അങ്ങനെയുള്ള നിന്തിരുവടിയുടെ പാദാംബുജേകം 2 പാദപത്മങ്ങളും നമ്മൾ കീർത്തിക്കുന്നു, നമ്മൾ ധ്യാനിക്കുന്നു, വർത്തിക്കുന്നു. സാരം പറയാം. അല്ലയോ ദേവി ഭഗവതി, പൃഥ്വി തത്വമായ മൂലാധാരത്തിൽ 56ഉം ജലതത്വമായ മണിപൂര ചക്രത്തിൽ 52ഉം അഗ്നിതത്വമായ സ്വാധിഷ്ഠാന ചക്രത്തിൽ 62ഉം വായുതത്വാത്മകമായ അനാഹത ചക്രത്തിൽ 54ഉം ആകാശതത്വമായ വിശുദ്ധി ചക്രത്തിൽ 72ഉം മനസ്തത്വമായ ആജ്ഞാചക്രത്തിൽ 64ഉം വീതം ചില കിരണങ്ങൾ ഭവിക്കുന്നു. അപ്പോൾ ടോട്ടൽ എത്രയും 360 ആണ് മുഴുവനായിട്ട് നമ്മൾ കണക്ക് കൂട്ടിയാൽ കിട്ടുക. അങ്ങനെയുള്ള ആ കിരണങ്ങളുടെ എല്ലാം ഉപരിഭാഗത്തിൽ സഹസ്രദള കമലത്തിൽ പത്മത്തിലെ ചന്ദ്രമണ്ഡല രൂപ ബിന്ദുസ്ഥാനമാകുന്ന സുധാസിന്ധു മധ്യത്തിലെ ആ സുധാസിന്ധു അമൃതസിന്ധു മധ്യത്തിലെ നിന്തിരുവടിയുടെ 2 പാദപത്മങ്ങൾ വിളങ്ങുന്നു. ആ പാദപത്മങ്ങളെയാണ് നമ്മളെല്ലാം ധ്യാനിക്കേണ്ടത് എന്ന് ഇവിടെ സാരം. ആ പാദപത്മങ്ങൾ, അപ്പോൾ ദേവിയെപ്പറ്റി നമ്മുടെ ശരീരത്തിൽ മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള 6 ചക്രങ്ങളും കഴിഞ്ഞിട്ട് ഭേദിച്ചിട്ട് സഹസ്രാരത്തിൽ പോകുന്ന മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടുന്ന് പിന്നെ അവിടെ പരമശിവനുമായി ക്രീഡിച്ചതിന് ശേഷം താഴോട്ടേക്ക് വന്നിട്ട് മൂലാധാരത്തിൽ 3.5 ചുറ്റുള്ള സർപ്പാകൃതിയിൽ വിശ്രമിക്കുന്നു എന്ന് നമ്മൾ മുൻ ശ്ലോകങ്ങളിൽ കണ്ടിട്ടുണ്ട്. അവിടെ ഈ സഹസ്രാരത്തിലിരിക്കുന്ന ദേവിയുടെ പാദപത്മങ്ങളെ നമ്മൾ ധ്യാനിക്കണം. അവിടുന്ന് ദേവി നമ്മെ അനുഗ്രഹിക്കും എന്നാണ് ഈ ശ്ലോക സാരം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേൻ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.